ആരോഗ്യ സംരക്ഷണം ആഡംബരമല്ല, അനിവാര്യതയാണെന്ന് ഇന്ത്യയിൽ ആദ്യം തിരിച്ചറിഞ്ഞ ജനതയാണ് കേരളത്തിലേത്. പക്ഷേ രോഗഭീതിയും സ്വയം ചികിത്സയും ഏറ്റവും കൂടുതലുള്ളതും നമ്മുടെ നാട്ടിലാണ്. അനാവശ്യ വിവരങ്ങളുടെ ആധിക്യമുള്ള സമൂഹമായതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് തരംതിരിച്ചെടുക്കാം. ഗുഡ് ലൈഫിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏകദേശം 140 ഗ്രാം മാത്രം ഭാരമുള്ള സൂക്ഷ്മ രക്തക്കുഴലുകളുടെ ഒരു കൂട്ടമാണ് വൃക്കകൾ. ശരീരത്തിൻ്റെ അതിപ്രധാനമായ നിരവധി ധർമ്മങ്ങളാണ് വൃക്കകൾ നടത്തുന്നത്. രക്തത്തിലെ മാലിന്യങ്ങൾ വേർതിരിച്ച് ശുദ്ധീകരിക്കുകയാണ് അതിൽ പ്രധാനം. വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റുന്നത് അതിഗുരുതരമായ രോഗാവസ്ഥയാണ്. വൃക്കരോഗങ്ങളെക്കുറിച്ചും മുൻകരുതലുകളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമാണ് ഇന്നത്തെ ഗുഡ് ലൈഫിൽ. പകർച്ചവ്യാധി പോലെ വൃക്കരോഗങ്ങൾ കേരളത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. ഓരോ വർഷവും രോഗികളുടെ എണ്ണം കൂടുന്നു. ജീവൻ നിലനിർത്താൻ ഡയാലിസിസിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും കൂടുന്നു. ഒപ്പം ഡയാലിസിസ് സെന്ററുകളുടെ എണ്ണവും. കേരളം നേരിടുന്ന ഗുരുതരമായ സാമൂഹിക യാഥാർത്ഥ്യമാണിത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവങ്ങളാണ് വൃക്കകൾ. രക്തത്തിലെ മാലിന്യങ്ങളെയും അമിതമായ ലവണങ്ങളെയും ജലാംശത്തെയും രക്തത്തിൽ നിന്ന് നീക്കം ചെയ്ത് മൂത്രത്തിലൂടെ പുറന്തള്ളുക എന്നതാണ് വൃക്കകളുടെ പ്രധാന ധർമ്മം. അതുകൂടാതെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കൽ, കൺട്രോൾ ഓഫ് ബ്ലഡ് പ്രഷർ, രക്തത്തിലെ അമിതമായ ജലാംശത്തെ മൂത്രത്തിലൂടെ പുറന്തള്ളൽ, അതുകൂടാതെ എല്ലുകളുടെ പോഷകത്തിന് ആവശ്യമായ ജീവകം ഡി, വിറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കൽ, രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കുവാനുള്ള എറിത്രോപോയറ്റിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കൽ എന്നിവയും വൃക്കകളുടെ പ്രവർത്തനമാണ്. ദിവസം 180 ലിറ്റർ രക്തമാണ് വൃക്കകളിലൂടെ കടന്നു പോകുന്നത്. ഇത്രയധികം രക്തചംക്രമണമുള്ള മറ്റൊരവയവവും ശരീരത്തിലില്ല. മാലിന്യങ്ങൾ നീക്കി ശുദ്ധീകരിക്കാനാണ് രക്തത്തെ വൃക്കകളിലേക്ക് അയക്കുന്നത്. സൂക്ഷ്മ രക്തക്കുഴലുകളുടെ കൂട്ടമാണ് വൃക്കയെന്ന് പറയാം. നെഫ്രോണുകളാണ് ഇവയുടെ പ്രവർത്തന ഘടകം. ഓരോ വൃക്കയിലും 10 ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട്. നെഫ്രോണിനകത്ത് മുന്തിരിക്കുല പോലുള്ള രക്തക്കുഴലുകളുടെ കൂട്ടമുണ്ട്. അരിപ്പ പോലെയാണ് ഇവ പ്രവർത്തിക്കുന്നത്. രക്തം ഇതിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ളതും വലിപ്പം കൂടിയതുമായ വസ്തുക്കളെ രക്തത്തിൽ തന്നെ നിലനിർത്തുന്നു. അനാവശ്യ ലവണങ്ങളും വെള്ളവും പുറംതള്ളുന്നു. ഈ വെള്ളവും ലവണങ്ങളുമാണ് മൂത്രമായി പുറത്തു വരുന്നത്. അടുത്ത കാലത്തായി വൃക്കരോഗങ്ങളുടെ എണ്ണം വളരെയധികം കൂടിക്കാണുന്നു. ഇതിനുള്ള ഒരു പ്രധാന കാരണം പ്രമേഹമാണ്. ഈ രോഗികളിൽ ഒരു പകുതി പേർക്കെങ്കിലും 50% പേർക്കെങ്കിലും വൃക്കരോഗം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രമേഹമാണ് വൃക്കരോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം. അതുകൂടാതെ അമിതവണ്ണം, പുകവലി, ശരിയായ വ്യായാമം ഇല്ലാതിരിക്കൽ എന്നിവയും വൃക്കരോഗത്തിൻ്റെ കാരണങ്ങളായി പറഞ്ഞു വരുന്നു. നമ്മുടെ ശരീരത്തിൽ നിർണായകമാണ് വൃക്കയുടെ പ്രവർത്തനം. ശരീരത്തിലെ ജലത്തിന്റെ സന്തുലിതാവസ്ഥ പരിപാലിക്കുകയും രക്തത്തിൽ സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിങ്ങനെയുള്ള ധാതുക്കളെ ഏകോപിപ്പിക്കുകയും ചെയ്യൽ. രക്തത്തിൽ നിന്ന് മലിനമായ ഉപോൽപ്പന്നങ്ങൾ നീക്കം ചെയ്യൽ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന എൻസൈമായ റെനിൻ ഉൽപ്പാദിപ്പിക്കൽ. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്ന എറിത്രോപ്രോറ്റീൻ ഉൽപ്പാദിപ്പിക്കൽ. എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിൻ ഡിയുടെ ഒരു സജീവ രൂപം ഉൽപ്പാദിപ്പിക്കൽ. വൃക്കരോഗങ്ങൾ പലതരമുണ്ട്. ചില വൃക്കരോഗങ്ങൾ വൃക്കസ്തംഭനത്തിലേക്ക് നയിക്കുന്നു. എന്ന് പറഞ്ഞാൽ വൃക്കകളുടെ പ്രവർത്തനം കുറഞ്ഞ് ചിലപ്പോൾ രോഗികൾക്ക് ഡയാലിസിസ് എന്ന ചികിത്സ വേണ്ടിവരുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട്. 2 തരം വൃക്കസ്തംഭനമുണ്ട്. വളരെ ചുരുങ്ങിയ കാലയളവിൽ, ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ടുണ്ടാകുന്ന വൃക്കസ്തംഭനം, ഇതിനെ അക്യൂട്ട് കിഡ്നി ഫെയിലിയർ, അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നു. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ പലതരം മരുന്നുകൾ, വിഷാംശങ്ങൾ, പാമ്പുകടി, മലേറിയ, എലിപ്പനി എന്നിവയും ചില പ്രത്യേകതര മരുന്നുകളും ആണ്. വേദന സംഹാരികൾ, ചില പ്രത്യേകതരം ആൻറ്റിബയോട്ടിക്കുകൾ എന്നിവ കൊണ്ട്
വൃക്കരോഗമുണ്ടാകാം. ഇവയെല്ലാം താൽക്കാലികമായ വൃക്കസ്തംഭനം അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയറാണ് ഉണ്ടാക്കുന്നത്. വേറൊരു തരം വൃക്കസ്തംഭനമുള്ളത് ശാശ്വതമായ വൃക്കസ്തംഭനം അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന വൃക്കസ്തംഭനമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം പ്രമേഹ രോഗമാണ്. പ്രമേഹം വൃക്കകളെ ബാധിച്ച് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് വിളിക്കുന്നത്. പ്രമേഹം കൂടാതെ രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ചില പ്രത്യേകതരം ജനിതക രോഗങ്ങൾ, ജന്മനാലുണ്ടാകുന്ന ചില രോഗങ്ങൾ, വൃക്കകളിലുണ്ടാകുന്ന കല്ലുകൾ, കിഡ്നി സ്റ്റോൺസ്, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മൂത്രത്തിൽ പഴുപ്പ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നിവ കൊണ്ടും വൃക്കസ്തംഭനം ഉണ്ടാകാം. താൽക്കാലിക വൃക്കസ്തംഭനമുള്ള രോഗികൾ കൃത്യമായി ചികിത്സിച്ചാൽ ഈ രോഗം പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സാധ്യമാണ്.